ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. റംസാനല്ലേ, അപ്പോൾ എന്തായാലും സ്നാക്ക് റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കുന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. കാരണം നമ്മളിതിൽ ചീസ് ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ഒരുപാട് പണിയൊന്നുമില്ല, ജസ്റ്റ് ഫില്ലിങ് റെഡിയാക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് ഒരു 300 ഗ്രാം. നിങ്ങൾ കുറഞ്ഞ ആൾക്കാർ വീട്ടിലുള്ളതാണെങ്കിൽ ഇത്ര എടുക്കണമെന്നില്ല, കുറച്ച് എടുത്താലും മതി. അതിലേക്ക് അത് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യുക. പിന്നെ ഒരു സ്പൂൺ വിനെഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ ചില്ലി പൗഡർ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ ഇൻഷാല്ലാ ഞാൻ സ്വീറ്റ് റെസിപ്പിക്കെല്ലാം ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം സ്പൈസി സ്നാക്കെല്ലാം ഇഷ്ടം, അതുകൊണ്ടാണ് സ്പൈസി തന്നെ ഇടുന്നത്. ഇനി അടുത്തൊരു സ്വീറ്റ് ഐറ്റം ഇടുന്നുണ്ട്. ആ ചിക്കൻ ഒന്ന് മസാല പിടിക്കുന്ന ടൈമിലേക്ക് നമുക്ക് ഇതിൻ്റെ വൈറ്റ് സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ബട്ടർ ആവശ്യമാണ്, ബട്ടർ മസ്റ്റാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓർ 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുക. എന്നിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. അത് ഒന്ന് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് സിമ്മിലാക്കിയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൈദയും ബട്ടറും മിക്സ് ആയതിനു ശേഷം നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഐറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ചെറിയൊരു പീസ് ഉള്ളി എടുത്തിട്ട് അതിൽ 2 ഗ്രാമ്പു കുത്തി വെച്ച് കൊടുക്കുക, ഒരു ചെറിയ ബേ ലീവ്സും. ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടി ബട്ടർ വൈറ്റ് സോസിന് ഒന്നും കൂടി ഒരു ഫ്ലേവർ കൂടും. അപ്പോൾ കണ്ടിന്യൂ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് മൈദ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈദയും പാലും കൂടി ഒരുമിച്ചാകുമ്പോൾ പെട്ടെന്ന് തിക്കായി വരുമല്ലോ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ചേർത്ത ഉള്ളീൻ്റെ പീസ് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലിലേക്ക് നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ ബ്രസ്റ്റ് തന്നെ ഇപ്പം നാട്ടിലെല്ലാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് അങ്ങനെ കിട്ടണമെന്നില്ല. സാധാരണ ചിക്കൻ വാങ്ങിയിട്ട് അതിൽ നിന്ന് എല്ലില്ലാത്ത പീസ് എടുത്ത് മാറ്റി വെച്ചാൽ മതിയേ. അപ്പോൾ ചിക്കൻ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക സാധാരണ പോലെ തന്നെ. അതായത് ഒരു കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ഒരു 70% മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് നമുക്ക് കോരി വെക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്, ഓയിൽ ഫ്രൈ ചെയ്തതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ അതിന് ശേഷം ഓയിൽ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്ര ഓയിൽ വേണ്ട. അപ്പോൾ ആ ഓയിലിലേക്ക് ഞാൻ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എടുത്തോ, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബണ്ണ് ഇത്ര വേണ്ട എന്നുള്ളവർക്ക് ഇതിൻ്റെ എല്ലാം നേരെ ഹാഫ് എടുത്താൽ മതി, എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടത് അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. പണ്ടൊന്നും മസാലകളിൽ ക്യാപ്സിക്കം അങ്ങനെ അങ്ങ് യൂസ് ചെയ്യലില്ല. പിന്നെ ചില്ലി ചിക്കനിലും അതുപോലെ ഫ്രൈഡ് റൈസ് അങ്ങനെയല്ല. ഇപ്പം അങ്ങനെയല്ല, എല്ലാ സ്നാക്ക് റെസിപ്പിയിലും ഈ ക്യാപ്സിക്കം ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്.
ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി ഒരുമിച്ച് വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ. അതുപോലെ ചിക്കൻ്റെ ഫ്ലേവറെല്ലാം ഇതിൽ ഇറങ്ങി വരട്ടെ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾട്ട് ചേർക്കാം. അത് ലാസ്റ്റ് നമ്മളിനിയിപ്പം വൈറ്റ് സോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ സോൾട്ടോ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഫ്ലേവറെല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ടാവും. നോമ്പല്ലേ, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ അതിന് ശേഷം നമുക്ക് നമ്മുടെ വൈറ്റ് സോസ് കൂടി ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണേ. വൈറ്റ് സോസ് ചൂടാറുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്തിട്ട് നല്ലോണം എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കുക. ജസ്റ്റ് ഒന്ന് വറ്റി വരട്ടെ അതിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഒരുപാടങ്ങ് വറ്റണ്ട. ഒരു ക്രീമി ഫില്ലിംഗ് ആണ് ഇത്. ക്രീമി ബൺ പോക്കറ്റാണ്. അപ്പം ആ ഒരു ടെക്സ്ചർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ബന്നെടുക്കുക. റൗണ്ട് ഷേപ്പിലുള്ള ബന്ന് കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. എനിക്കിപ്പോൾ എല്ലാം കൂടി 4 പീസ് ഒരുമിച്ച് ഒട്ടിച്ചേർന്നിട്ടുള്ള ബന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക. നല്ല റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ടുള്ള പോക്കറ്റ് കിട്ടും. പിന്നെ അതിന് ശേഷം ഒരു ബണ്ണ് നേരെ പകുതിയാക്കിയതിന് ശേഷം ഇതുപോലെ ഉള്ളിൽ നിന്ന് കുറച്ചൊന്ന് എടുത്ത് മാറ്റാം. ഒരുപാട് കംപ്ലീറ്റ് അങ്ങ് എടുക്കണ്ട, കുറച്ച് മാത്രം. നമുക്ക് ആ മസാല ഉണ്ടാക്കുന്ന ഒരു പണിയേ ഉള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് പിന്നെ ഇതിലേക്കൊന്നങ്ങ് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഞാൻ മയണൈസ് ആഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയണൈസും കെച്ചപ്പിലും പിന്നെ എല്ലാം വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പം കുട്ടികൾക്കെല്ലാം എല്ലാത്തിനും ഇത് വേണമല്ലോ. അപ്പോൾ അതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിതാ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഒരുപാടങ്ങ് കുത്തി നിറക്കണ്ട. അത്യാവശ്യം നമുക്ക് കടിക്കുമ്പോൾ ചിക്കൻ പീസസ് എല്ലാം കിട്ടുന്ന രീതിയിൽ അത്ര ആഡ് ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ആഡ് ചെയ്താൽ മതി. പിന്നെ അതിനുശേഷം ഇതുപോലെയുള്ള ഒരു ഓവനിൽ വെക്കുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഓവൻ ഇല്ലാത്ത ആളാണെങ്കിൽ ഫ്രൈ പാനിൽ വെച്ച് കൊടുത്താൽ മതിയേ. അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ചെയ്യുന്നതാണ്, എയർ ഫ്രയറിൽ ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ മതി, ബട്ടർ പേപ്പർ വിരിച്ചിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ട്രേയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ചെറുതെടുക്കാൻ കാരണം നോമ്പ് തുറക്കുന്നതിന് മുമ്പേ ഏകദേശം ഒരു 4-4.5 മണിക്ക് എടുക്കുന്ന വീഡിയോ അത്. അപ്പം വെളിച്ചം പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കണമല്ലോ, ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഈ കുറച്ച് മാത്രം ഞാൻ ജസ്റ്റ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെച്ചത്. ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നോമ്പ് തുറക്കാൻ നേരത്ത് ഒരു 5 മിനിറ്റേ ഓവനിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിതാ മൊസറല്ല ചീസ് എല്ലാം കൂടി സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് മേലെ. പിന്നെ മൊസറല്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലൈസ് ചീസാണ് കയ്യിലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മേലെ എൻ്റെ ഇഷ്ടപ്പെട്ട ഐറ്റം ഒറിഗാനോ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഒന്നും ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് പിന്നെ ഒറിഗാനോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പിഞ്ചിട്ടാലും മതി. അപ്പം നല്ല ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടി മാത്രമേ ഞാനൊന്ന് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ 2ാമത്തെ ട്രേയിലും കൂടി നിരത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് അത്രയും ചിക്കൻ പീസും ഒരു ക്യാപ്സിക്കവും ഒരു ഉള്ളിയെല്ലാം എടുത്തിട്ട് എനിക്ക് ഇത്ര മൺ പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആളുകളിലെങ്കിൽ എല്ലാം നേരെ ഹാഫ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു വലിയൊരു ട്രേ ലാസ്റ്റാണ്, അതായത് നോമ്പ് തുറക്കാൻ നേരത്താണേ ഓവനിൽ വെച്ചിട്ടുള്ളൂ. ഇത് പിന്നെ നേരത്തെ വെച്ച് വീഡിയോ എടുക്കണമല്ലോ, നമ്മളെ സൺലൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ബൺ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇതുള്ള സമയത്ത് വേറൊരു സ്നാക്കിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ഫില്ലാവും വയറ്. കാരണം ബണ്ണ് അത്യാവശ്യം ഉണ്ടല്ലോ, ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ബന്നും മസാലയും കൂടി എല്ലാം കൂടിയും കഴിക്കുമ്പോൾ നല്ല എന്താ പറയുക,
ക്രീമി ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കമൻസിലൂടെ ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടോ വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ. താങ്ക് യു.